പാലക്കാട് നിന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾക്ക് ഈ എന്താണോ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പം പറയാം. ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൽ രമണ ചന്ദ്രശേഖർ പ്രതിയായിരുന്നു എന്നൊരു വാക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കൂത്തുപറമ്പിനെ ഓർമ്മിപ്പിച്ച് പി ജയരാജൻ എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരാൻ കാരണം. അപ്പോൾ അദ്ദേഹം അതിൽ പങ്കാളിയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പാലക്കാട്ടെ മാധ്യമപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താ അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. പറഞ്ഞൊരു കാര്യം, ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ അതിന് CPM-നെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ ലാത്തിചാർജ് ചെയ്യുന്നതിനും വെടിവെക്കുന്നതിലും ആ സംഘത്തിന് നേതൃത്വം നൽകിയത് ഒരാളായിരുന്നു രമണ ചന്ദ്രശേഖരൻ താങ്കളെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഈ ചോദ്യം നിങ്ങൾ ഇപ്പൊ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കേട്ടെ, ആ ചോദ്യത്തിന് ഞാൻ അന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം എന്നതാണ് പറഞ്ഞത്. ഞാൻ എന്നെ കൊണ്ട് അതെ നിങ്ങളുടെ അജണ്ടയൊന്നും എൻ്റെ അടുക്ക നടക്കൂല കേട്ടാ. അതെ അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കിയാലും മതിയല്ലോ. അങ്ങനെ കേട്ടെ, ഞാൻ ഒരാളെ അല്ല, നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു. ഒരാളുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. അതായത് ഈ ചോദ്യം അന്ന് മാധ്യമപ്രവർത്തകന്മാർ പാലക്കാട് നിന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം.